നമസ്കാരം. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഉക്രൈനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ. കിഴക്കൻ ഉക്രൈനിലെ ഖാർക്കീവിൽ ട്രെയിനിൽ നിന്ന് നേരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. 291 യാത്രക്കാരുമായി പോവുകയായിരുന്ന ട്രെയിനിന് നേരെയായിരുന്നു 3 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ത്രികക്ഷി സമാധാന ചർച്ചകൾക്കിടെയായിരുന്നു ഉക്രൈനിൽ വൻ ആക്രമണവുമായി റഷ്യ വീണ്ടുമെത്തിയത്. അബുദാബിയിൽ വെച്ച് നടന്ന ആദ്യ ദിവസത്തെ ചർച്ചകൾക്കിടെയാണ് റഷ്യ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം US മധ്യസ്ഥരായ 2 ദിവസത്തെ സമാധാന ചർച്ചകൾ റഷ്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആക്രമണം തിരിച്ചടി എന്നാണ് വിലയിരുത്തൽ. കീവിൽ റഷ്യ രാത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ നഗരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതിശൈത്യം തുടരുന്ന നഗരത്തിൽ ഇതോടെ ജനജീവിതം ദുസ്സഹമായി. -10 ഡിഗ്രി സെൽഷ്യസിലാണ് കീവിലെ താപനില ഉണ്ടായിരുന്നത്. ഏകദേശം 12 ലക്ഷം വീടുകൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. എന്തായാലും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ചത്. റഷ്യ പിടിച്ചെടുത്ത കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ഉക്രൈന്റെ പ്രധാന ആവശ്യം. ഇപ്പോൾ അതാ ഉക്രൈനിലെ ട്രെയിനിന് നേരെയും റഷ്യയുടെ ഡ്രോൺ ആക്രമണം നടത്തി. 200-ലേറെ യാത്രക്കാരുമായി സഞ്ചരിച്ച പാസഞ്ചർ ട്രെയിനിന് നേരെയായിരുന്നു റഷ്യയുടെ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇക്കാര്യം പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. ഖാർക്കീവിലെ യാസിക്കോവിന് സമീപത്തായിരുന്നു സംഭവം. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ട്രെയിനിലെ കോച്ചിന് തീ പിടിക്കുകയായിരുന്നു. പിന്നീട് അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തിയാണ് തീ അണച്ചത്. സംഭവ സ്ഥലത്ത് നിന്നും 5 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ചവരെ തിരിച്ചറിയാനായി DNA പരിശോധിക്കേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഉക്രൈനിലെ 2ാമത്തെ വലിയ നഗരമായ ഖാർക്കീവിലെ റഷ്യയുടെ സംയുക്ത മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ നഗരത്തെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഏകദേശം 80% സ്ഥലങ്ങളിലും വൈദ്യുതി നിലച്ചതായാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. റഷ്യൻ സൈന്യം രാത്രിയിൽ 165 ഡ്രോണുകൾ തൊടുത്തു എന്നും അതിൽ 135 എണ്ണം ഉക്രൈൻ വ്യോമ പ്രതിരോധ സേന നിർവീര്യമാക്കിയെന്നും ഉക്രൈൻ വ്യോമസേന അറിയിക്കുന്നുണ്ട്. റഷ്യൻ ഡ്രോണുകൾ തെക്കൻ ഉക്രൈൻ നഗരമായ ഒഡേസയിൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 കുട്ടികളും ഗർഭിണിയും അടക്കം 25 പേർക്ക് പരിക്കേറ്റു. ഒഡേസയിൽ റഷ്യൻ 50-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെ ക്രൂരമായത് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിശേഷിപ്പിച്ചത്. ഉക്രൈൻ റഷ്യൻ പ്രതിനിധികൾ ഞായറാഴ്ച പുതിയ ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു വീണ്ടും ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഓരോ റഷ്യൻ ആക്രമണവും നിലവിലുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇല്ലാതാക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന പങ്കാളികളുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതേസമയം റഷ്യൻ ആക്രമണത്തെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അപലപിച്ചിട്ടുണ്ട്. ട്രെയിനിനു നേരെ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ഭീകരാക്രമണമെന്നും സാധാരണക്കാരെ കൊല്ലുക എന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നും ഭീകരതയെ റഷ്യ ഉത്തരം പറയണമെന്നുമാണ് ഉക്രൈൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.